ആന ഇങ്ങനെ ഈ വഴിക്ക് വരുന്ന സമയത്തെ നമ്മളിപ്പം പള്ളിയോ ബൈക്കിലൊക്കെ വരുമ്പോ എന്ത് ചെയ്യും? പെട്ടെന്ന് ആനയുടെ മുന്നിൽപ്പെട്ടോ നമ്മളെ ഓടാതെ ധൈര്യമായിട്ട് നിൽക്കുക. ഞാൻ ഒരുപാട് പ്രാവശ്യം ഈ ഭാഗത്ത് ആനയുടെ മുമ്പിൽ പെട്ടിട്ടുള്ള ആളാണ്. എന്നെ ഓടിച്ചിട്ടൊന്നുമില്ല ഇവിടുന്ന്. ഞാൻ ധൈര്യമായിട്ട് നിന്നിട്ടേ ഉള്ളൂ. ആന അതുപോലെ തിരിഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്. കരടിയുണ്ട്, പുലിയുണ്ട്, ആന ശല്യമുണ്ട്, പിന്നെ ബ്ലാവിന് ആവശ്യം പോലെ ഉണ്ട്. നല്ല വെള്ളമല്ല, അടിപൊളി വെള്ളമല്ല. പിന്നെ വെള്ളം നല്ല ഊറ്റുവെള്ളം, സൂപ്പർ വെള്ളം അല്ലയോ? ഇത് എല്ലാം ആന മറിച്ചിട്ടതാ. ഇതെല്ലാം രാത്രി എങ്ങനെ വരാനൊക്കെയല്ലേ? രാത്രി അസുഖമൊക്കെ വന്ന് ആശുപത്രി പോകുന്ന എങ്ങനെ? അത് വല്ല വണ്ടികള് വീട്ടിൽ കിടക്കുന്ന വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് പോവാം. നമസ്കാരം, സുരേഷ് ക്ഷേത്രമാണ്. തിരുവനന്തപുരം പഞ്ചായത്തിലെ ചാങ്ങപ്പാറയിലാണ്. ഞങ്ങൾക്കറിയാം ആനകൾ ഇറങ്ങുന്ന ഗ്രാമം ചാലിയക്കര എന്ന ഒരു പരമ്പര തന്നെ ഞാൻ ഇവിടെ തുടങ്ങി. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് വീഡിയോ എത്തിച്ചിട്ടുണ്ട്. ചാങ്ങപ്പാറയില് പുലി കിണറ്റിൽ വീണൊരു വീട്, സിബിയുടെ വീട്. ആ വീടൊക്കെ അടിച്ചു തകർത്ത ആന. മഴക്കാലമായി, ചക്ക സീസണായി, ആനകൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല, കൂട്ടമായിട്ട് വരുന്നു. വീടിന് പുറത്തുള്ള ഷെഡ്യൂളൊക്കെ പൊളിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വന്യമൃഗശല്യമുള്ള ഒരു സ്ഥലമാണ് ചാലിയക്കരയും ചാങ്ങാപ്പാറയും ചണ്ണക്കാമണ്ണും പെരുന്തോലും സന്യാസിക്കോണും കാക്കപ്പനും ഒക്കെ. ഈ തിരുവനന്തപുരം പഞ്ചായത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ അതൊക്കെ ഇനിയും കേൾക്കാനുള്ളത് പുതിയ MLA ആണ്. അപ്പോൾ ഇന്നലെ MLA സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. ആന തകർത്ത വീടൊക്കെ മാറ്റി അവർക്ക് വേറെ സംവിധാനം ഉണ്ടാക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഫോറസ്റ്റുകാർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഇനി നാട്ടുകാർ പറയുന്നത് കേൾക്കാം. ആനകളുടെ പരമ്പര അവസാനിക്കുന്നില്ല, നമ്മുടെ യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും. എന്റെ പേര് ശശിധരൻ, ചാങ്ങപ്പാറ. ആനശല്യം ഇപ്പൊ എങ്ങനാ? ആനശല്യം വരുക, കാണുന്ന എല്ലാം നശിപ്പിക്കുക, എന്താ ഉണ്ടെങ്കിലും അത് നശിപ്പിച്ചിട്ട് അങ്ങ് മാറിയിക്കുക. പിന്നെ ജനങ്ങളെ ഉപദ്രവിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. എത്ര ആനയൊക്കെ വരും ഒരു സമയം? ദിവസം ഒരു മൂന്നെണ്ണം ഒരു സംഖ്യയായിട്ടാണ് വരുന്നത്. പിന്നെ ഒറ്റ തിരിഞ്ഞും വരുന്നു. 2-3 ദിവസത്തിന് മുമ്പ് ഒരു വീട് തകർത്ത് എല്ലാവരും വന്ന് കണ്ടെഴുതിക്കൊണ്ട് പോയി. 2 ദിവസം കൊണ്ട് ഈ ഭാഗത്തോട്ട് വരവില്ല. ഈ ചപ്പാതാലിന്റെ അവിടെ ഉണ്ടായിരുന്നു. അത് ഈ പുലി വീണ വീടല്ലേ? പുലി വീണ വീട്. ഇത് എങ്ങനെ ഈ വഴിയാണോ ഇറങ്ങി? എങ്ങനെ ഇറങ്ങി വരുന്നത്? അങ്ങ വനത്തിൽ കൂടെ വരും. ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് ഭയങ്കരമാണ്. ഇവിടെ ഒഴുക്കുള്ള ഭാഗമല്ലോ. ചെമ്പനേരി ഭാഗത്ത് ആറാ ഇത്. ഫോറസ്റ്റിനെ വിളിച്ച് അവര് വരാറുണ്ടോ? വരും, അവരെപ്പം വിളിച്ചാലും വരും. ആന ശല്യം ഉണ്ടെന്ന് പറഞ്ഞു. ആന ഇതിലേക്കാണോ കയറി വരുന്നത്? ആന 2 വഴി കൂടെ വരും. കിഴക്കുന്നും വരും, ഇഞ്ചപ്പള്ളി ഭാഗത്തുനിന്നും വരും. അങ്ങനെ എല്ലായിടത്തുനിന്നും വരുന്നുണ്ട്. ഇന്ന ഭാഗത്തുനിന്നൊന്നും നമ്മൾ പറയാനൊക്കെയല്ല. ഈ ഭാഗത്തോട്ടും വരും. ഇവിടെയൊക്കെ ഈ പ്ലാവ് നിൽക്കുന്നതുകൊണ്ട് ഇവിടെ എല്ലാം ചക്ക എടുക്കാനാ വരുന്നത്. ചക്ക എടുക്കാനാ വരുന്നത്. ഇവിടെ എത്ര വീടുണ്ട് ഇപ്പൊ മൊത്തത്തില്? ഇപ്പം വീട് 10-20 വീടുണ്ട്. നമ്മളൊരു രാത്രി 10 മണിയൊക്കെ കഴിഞ്ഞ് എങ്ങനെ ഇങ്ങോട്ട് വരും? ഇവിടേക്ക് പോയിട്ട് 7 മണി ആയാലും വരാമൊക്കെയല്ലോ. ഇല്ല, പകല് പ്രശ്നമുണ്ടോ? പകലും ഉണ്ട്, രാത്രിയിലും ഉണ്ട്. MLA ഇന്നലെ വന്നപ്പം പകല് ആന ഉണ്ടായിരുന്നല്ലേ? പകൽ അവിടെ നിന്നേ ആന MLA സ്വീകരിച്ചതല്ലയോ? ശരി. അപ്പൊ ചാമക്കാലം വന്നപ്പോ ആദ്യമായിട്ട് ഈ സംഭവം നേരിട്ട് കാണാൻ സാധിച്ചു. ചിലപ്പോ ആളുകൾ പറയുമ്പോ വിശ്വസിക്കത്തില്ലല്ലോ. ആന വന്നു എന്നുള്ളത് തെളിവാ. ഇവിടുന്ന് ഇങ്ങനെ ഇത് ആനച്ചാലാണോ ഈ താഴോട്ട് കിടക്കുന്നത്? ഇത് ആന വരുന്ന വഴിയാ. ഇവിടുന്ന് ഇങ്ങനെ കയറി എവിടെ എങ്ങോട്ട് ക്രോസ് ചെയ്യും? ഇത് അവിടുന്ന് ഇങ്ങോട്ട് കയറി ഇങ്ങനെ ക്രോസ് ചെയ്ത് വരും. തെമ്മല പഞ്ചായത്ത് വരുന്ന ഭാഗം അത്. ഇത് നമ്മുടെ തിരുവനന്തപുരം പഞ്ചായത്തിലോട്ട് കയറുന്നത്. അരിങ്കാവും തെമ്മല. ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ആനകൾ നിലയുറപ്പിക്കുന്ന ഭാഗം. ആന അങ്ങനെയൊന്നും ഇല്ല. വരുന്നു, വല്ലതും നശിപ്പിക്കുന്നു, അങ്ങ് പോകുന്നു. കരടിയുണ്ട്, പുലിയുണ്ട്, പിന്നെ ബ്ലാവിന് ആവശ്യം പോലെ ഉണ്ട്. ഈ നിൽക്കുന്ന സമയത്തൊക്കെ ആനകൾ ഇറങ്ങി വരുമല്ലോ? വരും. പുലിയെ കണ്ടിട്ടുണ്ടോ ഈ ഭാഗത്ത്? ഈ പുലി അന്ന് വന്നതേ ഉള്ളു. പിന്നെ ഒന്നുമില്ല, അന്ന് നമ്മളെ കിണറ്റി വീണേ. വള്ളിപ്പുലിയുണ്ട്. വള്ളിപ്പുലി ഉണ്ടല്ലേ? അത് പട്ടികളൊക്കെ പിടിച്ചോണ്ട് പോകും. ജലക്ഷാമം ഉണ്ടോ നമുക്ക് ഇവിടെ? ഉണക്ക സമയത്ത് ഭയങ്കര ക്ഷാമല്ലേ? നിറയെ വെള്ളം ഉണ്ടല്ലോ. നല്ല വെള്ളമല്ല, അടിപൊളി വെള്ളമല്ല. പിന്നെ വെള്ളം നല്ല ഊറ്റുവെള്ളം, സൂപ്പർ വെള്ളം അല്ലയോ? നാട്ടുകാർ ചേർന്ന് കുടിച്ചതാ. ഈ ഒരു വീട്ടുകാർ കുടിച്ചതാ. ആന ഇതിനകത്ത് വെള്ളം കുടിക്കാൻ പറ്റത്തില്ലല്ലോ? ഇല്ല, പറ്റത്തില്ല. ഇവിടുന്ന് പോയില്ല, ഓന്തുപാറ ഭാഗത്തുനിന്നെല്ലാം പോയി. ഇത് എല്ലാം ആന മറിച്ചിട്ടതാ. ഇതെല്ലാം മരങ്ങള് എല്ലാം. ആണോ? രാത്രി എങ്ങനെ വരാനൊക്കെയല്ലേ? അസുഖമൊക്കെ വന്ന് ആശുപത്രി പോകുന്ന എങ്ങനെ? അത് വല്ല വണ്ടികള് വീട്ടിൽ കിടക്കുന്ന വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് പോവാം. അല്ലാതെ വേറെ ഒരാൾ വണ്ടി വിളിച്ചാൽ വരത്തില്ല. തെമ്മല, ആര്യങ്കാവും പുറന്തൂറും എല്ലാം കൂടെ മിക്സ് ചെയ്തിരുന്ന ഭാഗമാണ് പഞ്ചായത്തുകൾ. കൊച്ചാട്ട എത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്? ഞാനിപ്പോ 42 വർഷം. ഇവിടുത്തുകാരൻ തന്നെയാണോ? അതോ? അല്ല, ഞാൻ ചക്കൊരിക്കൊക്കെ വന്ന് വിവാഹം ചെയ്ത് 2 കുട്ടികളായിട്ടാ ഇങ്ങോട്ട് വന്നത്. ശരി. ഇവിടെ കുറച്ച് വസ്തു ഉണ്ടോ?
അവിടെ ഇച്ചിരി വസ്തുണ്ട്. കൃഷിയൊന്നും നടക്കത്തില്ലല്ലേ? ഇപ്പൊ ഒരു കൃഷി നോക്കിയാല് ഇല്ല. വന്യമൃഗങ്ങളുടെ ശല്യം. ആന വന്നതിൽ പിന്നെ ഒരു കൃഷിയും ചെയ്യാൻ ഒക്കെയാൽ. ഈ ഉണക്ക സമയത്ത് ആനയുടെ ഇത് കുറവുണ്ടായിരുന്നല്ലോ. ഉണക്ക സമയത്താ കൂടുതൽ. ആണല്ലേ? വന്യമൃഗങ്ങൾ ധാരാളം ഈ ഭാഗത്തേക്ക് വരുന്നുണ്ട്. ഇഞ്ചപ്പള്ളി, മാമ്പഴത്തറ, അവിടെ നിന്നുള്ള ആനകളൊക്കെ ഇങ്ങോട്ടേക്ക് പോയി. ആനകൾ ഇറങ്ങി ചാലക്കര കയറി ഇങ്ങനെ വന്ന് ഇവിടെ തന്നെ രാത്രിയൊക്കെ നില ഉറപ്പിക്കുമല്ലോ? അങ്ങനെ നിക്കത്തൊന്നുമില്ല. പിന്നെ ഇങ്ങനെ പരിസരങ്ങളിൽ എല്ലാവരും ഓടിപ്പുണ്ടോ ആൾക്കാരെ? ഓടിപ്പോണ്ട്, വടക്കംപട്ടിയിലുണ്ട്, എല്ലാം. നമ്മളെ കണ്ടാലും ഓടിക്കോ? നമ്മൾ ആനയെ അങ്ങനെ ഓടിക്കത്തൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ മാസത്തിൽ നടന്നു പോയപ്പോ അവിടുന്ന് ആന അവിടെ നിൽക്കുന്നതിനെ കണ്ടു. നിൽക്കുന്നതും കണ്ടു എന്റെ മുമ്പിൽ ഓടിയെത്തിയില്ലേ. ഓടിയില്ല. ഞാനിങ്ങനെ ധൈര്യമായിട്ട് അങ്ങ് നിന്ന വെച്ച് ഉടനെ ഇങ്ങനെ തിരിഞ്ഞു, ഇതിൽ പിടിക്കുന്ന എന്നെ കാണണമെന്ന് പറഞ്ഞ് ഇങ്ങനെ. ഞാൻ അങ്ങനെ നിന്നപ്പോ പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോ ആരാ ഇഞ്ചകാട്ടി കിടന്ന് കുരുങ്ങുന്നു പോയി. തിരിഞ്ഞപ്പോ അത് ഉപദ്രവിച്ചില്ലേ? എന്നെ പിടിക്കുമെന്നുള്ള വിശ്വാസമായിരുന്നു എനിക്ക്. ഓടിയുമില്ല, നടന്നുമില്ല, ഭയന്നതുമില്ല, ഒന്നുമില്ല. ഒരേ ധൈര്യത്തിൽ ഒന്നും ചെയ്തില്ല. ഓരോ വശത്തും ഇങ്ങനെ വന്ന് നിന്ന് അങ്ങ് മാറി പോവുകയും ചെയ്തു. ഓടിയാലെ നമ്മളെ കൂടെ പറ്റും. നേരത്തെ ഉണ്ട്. നേരത്തെ കുളത്തി 4 മണിയായപ്പോ 4:45 കുളിക്കാൻ ചെന്നപ്പോ അവിടുന്ന് വെള്ളം മുക്കിക്കൊണ്ടിരുന്നപ്പോ ഒരു ചെറിയ കമ്പൊടി. ആ കമ്പൊടിയെന്ന് കേട്ടോണ്ട് തിരിഞ്ഞു നോക്കിയപ്പോ ആന ചവിട്ടടി. കൊമ്പനാനയാണോ പിടിയാനയാണോ കൂടെ ഉള്ളത് ഇവിടെ? അത് പിടിയാനയായിരുന്നു. ഇവിടെ കൊമ്പൻ കുറവാ. 1-2 എണ്ണം എല്ലാം പിടിയാനയാ. കുട്ടികളുണ്ടോ? കുട്ടികൾ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പം കുട്ടികളൊന്നും ഇല്ല. അങ്ങനെ അവിടെ രക്ഷപ്പെട്ടല്ലേ? രക്ഷപ്പെട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അത് പിന്നെ വീട്ടിൽ എല്ലാരും കാണുകയൊക്കെ ചെയ്തു. അവരൊക്കെ പറഞ്ഞു ഓട് വലിഞ്ഞ് നടക്കാം. ഞാൻ പറഞ്ഞു ഓടുന്നില്ല, നടക്കുന്നില്ല, എനിക്കൊന്നും. ചേട്ടനെ വേറെ വലിയ മൃഗങ്ങൾ ഓടിച്ചിട്ടുണ്ടോ? ഇല്ല. പുലിയൊക്കെ കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഒരു മൃഗങ്ങളും ഓടിച്ചു. കരടി ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇവിടെ? കരടി ഒരെണ്ണേ വന്നുള്ളൂ. അത് വന്ന വഴിക്ക് ഓടിച്ച് വിട്ട് പിന്നെ വന്നിട്ടേ ഇല്ല. പിന്നെ കടുവ ഇങ്ങനെ വരുന്നുണ്ടെന്ന് പറയുന്നു. ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അടിച്ചു തകർത്ത വീടാണ് നമ്മൾ ഈ കാണുന്നത്. ആന ഇതുവഴി കയറിപ്പോയാണ് വീടിന്റെ മൊത്തം തകർത്തിട്ടിരിക്കുന്നുണ്ടല്ലേ. വീട് മാത്രമല്ല, വീടിന്റെ പിന്നാമ്പുറത്തുള്ള കൃഷി എല്ലാം വാഴകളൊക്കെ മൂടോടെ വിതിട്ടിരിക്കുകയാണ്. എന്താ അങ്ങനെ ആന താണ്ഡവമാടിയ ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഇവരെ ഇവിടെ നിന്ന് താമസം മാറിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം പുതിയ നിയുക്ത MLA പത്തനാപുരം ജ്യോതികുമാർ ചാമക്കാല വന്ന് സന്ദർശിക്കുകയും ഇവരെ ഇവിടുന്ന് മാറ്റി താമസിപ്പിച്ചതാണ് നമ്മൾ അറിയുന്നത്. ആളുകൾക്ക് അപായമൊന്നുമില്ല, പക്ഷെ മൊത്തം തകർത്തു. ആന ഭീകര താണ്ഡവമാടിയ ഒരു വീടാണ് നമ്മുടെ ചാങ്ങപ്പാറയിലെ സിബിയുടെ വീടാണ്. വീട് പൂർണ്ണമായും വാസയോഗ്യമല്ലാതായി തീർന്നിരിക്കുകയാണ്. മൊത്തം പൊളിച്ചു. മേൽക്കൂര എല്ലാം പൊളിച്ചു, സൈഡ് ഭിത്തി എല്ലാം പൊളിച്ചു. മണ്ണ് വീടാണ്. ആനയ്ക്ക് ചെറുതായിട്ട് തട്ടിയ അപ്പോഴേ ഇളക്കി കളയാൻ പറ്റും. ഇവിടെ ആനയും കരടിയും പുലിയും എല്ലാം ഉണ്ട്. ഇതിന് മുകളിലുള്ള കിണറിലാണ് കഴിഞ്ഞ പ്രാവശ്യം പുലി വീണത്. ഇന്നലെ വന്നപ്പോഴായിരുന്നു ആന വന്നേ? ശരി. ആന തകർത്തിട്ടിരിക്കുന്ന താഴത്തെ വീടുകളൊക്കെ ആളുകൾ ഉപേക്ഷിച്ച വീടുകളാണ് കാണുന്നത് ചാങ്ങപ്പാറയിലെ. അപ്പം നമ്മളന്ന് പുലി വീണ കിണറാണ് ഇത് കേട്ടോ. അന്ന് പുള്ളിപ്പുലി വീണ കിണറാണ്. ആന എല്ലാ ദിവസവും വരുമോ ചേച്ചി? എത്ര മണിക്കായി ഈ സംഭവം നടക്കുന്നത് ഇവിടെ വീട്ടിൽ, ഈ സിബിയുടെ വീട്ടില്? രാത്രി 10-11 മണി തൊട്ട് ആന താഴെ ഉണ്ടായിരുന്നു. എത്ര ആന ഉണ്ടായിരുന്നു? ഒരു ആനയേ ഉള്ളായിരുന്നു. കുഴപ്പക്കാരാനയാണോ? അത് ഇച്ചിരി കുഴപ്പമാ. ചേച്ചിയുടെ പേരെന്തുവായിരുന്നു? എന്റെ പേര് ലിസി. എത്ര വർഷമായിട്ട് നമ്മൾ ഇവിടെ താമസിക്കുന്നുണ്ട്? ഞങ്ങളിവിടെ വന്നിട്ട് തന്നെ 45 വർഷം കൊണ്ട്. ഞാൻ ഇവിടെ ജനിച്ചു വളർന്നു. ഇവിടെ അന്ന് ഇത്ര വനമൊക്കെ ആയിരുന്നു. ഞങ്ങള് ജനിച്ചു വളർന്നത് ഓടില്ല. അവിടെ ചാലിക്കര എസ്റ്റേറ്റ് ഉണ്ടല്ലോ, അതിനകത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പച്ചന് ചാലിക്കര എസ്റ്റേറ്റിലായിരുന്നു ജോലി. അവിടുന്ന് പിരിഞ്ഞപ്പോ അപ്പച്ച ഇവിടെ ഈ 1 ഏക്കർ വാങ്ങിച്ചതാ. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വീതം 10 സെന്റ് സ്ഥലം വീതം ഞങ്ങൾക്കുള്ളത്. മക്കളെ ഞങ്ങൾ 9 പേരുണ്ട്. അങ്ങനെ വന്നത്. ഇവിടെ എന്നും ആനയാ. കടുവയെ കണ്ടൊക്കെ ഓടിയിട്ടുണ്ട് ഞാൻ. കടുവ പുലിയൊക്കെ ഉണ്ട്. അങ്ങനെ അന്ന് എന്റെ 3 പട്ടിയെ പിടിച്ച് ആ പട്ടിയെ പിന്നെ അടുത്ത പട്ടിയെ പിടിക്കാനെ കൊണ്ട് ഇതാണ്ട് ഇവിടെ ചാഞ്ഞി ഇതിന്റെ മണ്ടേന്ന് എടുത്ത് ചാടിയതാ പുലി. പട്ടി നേരെ അങ്ങോട്ടും പോയി. ഇയാള് ഊക്കിനങ്ങ് കിണറ്റിലും വീണു. ഒരറ്റത്തൂടെ ഓടിക്കുമ്പോ ഒരറ്റത്ത് പോരാ. ഒരറ്റ മാറിയും തിരിഞ്ഞും മാറി. ഞങ്ങൾ ഉറക്കമില്ല രാത്രി. അതിനെ ഉപദ്രവിച്ചാ പിന്നെ നമുക്ക് കേടായല്ലോ. അതുകൊണ്ട് ഉപദ്രവിക്കത്തൊന്നുമില്ല. അതില്ലാതെ കിടന്ന് ഒരപ്പുകയും പിന്നെ പാട്ട കൂട്ടുകയും ലൈറ്റ് അടിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ അവിടുന്ന് ചാടിച്ച് ഞങ്ങൾ ഓരപ്പി പാത്രവും വേണ്ടൊക്കെ അന്നേരത്തെ വെപ്രാളിന് തിന്നിട്ട് ചാടിച്ച്
ഇതിൽ താഴെ നിന്നോണ്ട് വല്ലാത്ത സൗണ്ടിൽ അങ്ങ് നിക്കുക, തിരിഞ്ഞ് നിക്കുക. അത് കഴിഞ്ഞാണ് നേരം വെളുത്ത് 6 മണി കഴിഞ്ഞ് 6:15 ഇവിടുന്ന് അങ്ങോട്ട് കയറിപ്പോയത്. പോയ പോക്കാണ് പോയി അതുവഴി അങ്ങനെ കയറി വന്ന് അവിടെ ഒരു 3-4 വീട്ടിന്റെ ആ ടവറൊക്കെ ഇരുന്ന് അവിടുത്തെ വീടിന്റെ അവിടെ പോയി അയ്യത്തൊക്കെ പോയി ആ ഗേറ്റും കൊണ്ടുപോലും തള്ളി പൊളിച്ച് നശിപ്പിച്ച് ആനാണ് ഇന്നലെ അവിടെ ചെന്ന്. പിന്നെ MLA ഒക്കെ ഇന്നലെ വന്നപ്പം അവരെ വഴി നിപ്പുണ്ട് ആന ഓടിച്ചിട്ട് കണ്ട് ഫോറസ്റ്റുകാരെ വിളിച്ചു പറഞ്ഞപ്പം പറഞ്ഞു ഇവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഫോറസ്റ്റുകാർ എന്ന് വെച്ചാൽ അവര് വരുമ്പോഴത്തേനും ഞങ്ങളെ ജീവരക്ഷയ്ക്ക് ഓടിക്കുമല്ലേ, അവര് കാണുന്നില്ല. ഞങ്ങൾക്ക് അവര് വരുന്നിടം വരെ നോക്കി ഇരിക്കാൻ പറ്റുമോ? അപ്പൊ ഞങ്ങളാലാവുന്ന ഓടിച്ചു വിടുക. വന്നിട്ട് പിന്നെ അവരുടെ ആ കറണ്ട് പൊട്ടി ലൈൻ്റെ. അപ്പോഴത്തേനും അതിനകത്ത് ഫോറസ്റ്റിലെ ഒരു വനിത പറയാ അത് കറണ്ട് മൊത്തം അങ്ങ് ഓഫാക്കി ഇടാം, അല്ലെങ്കിൽ ആന കയർത്ത്. മനുഷ്യർ ഇത്രയും വേണ്ടി അപകടം വന്നിരിക്കുമ്പം പറയാം അത് കയറുന്നു. വൈകുന്നേരത്തെ അന്നേ ദിവസം രാവിലെ തട്ടിയ ആ ഭാഗം തൊട്ട് 6 മണിയോളം വൈകിട്ടായപ്പോഴാണ് മുൻവശം വന്ന് സന്ധ്യയോടുകൂടി 6 മണിക്ക് രാവിലെ 5:30 ആയപ്പോ ഇങ്ങനെ വശം തട്ടിയിട്ട് അത് മൊത്തമായിട്ട് പൊളിഞ്ഞില്ല. ഒരു ഷീറ്റിന്റെ ഭാഗവും അടുത്ത് ആ ജാളിയും കുന്തമൊക്കെ ആയിട്ട് കട്ടയായിട്ടൊക്കെ എന്തെങ്കിലും ചെയ്ത് കാണുമായിരിക്കും. രാവിലെ ഇത് ഇങ്ങനെ ചെയ്ത ആന പിന്നെയും സന്ധ്യ പോലും ആയില്ല. 6 മണിക്ക് പിന്നെയും വന്ന് രാത്രി പകല് ഇരുട്ടിയില്ല. 6 മണി എന്ന് പറയുമ്പോ നമുക്കൊരു ഉദ്ദേശം ഉണ്ടല്ലോ, അതങ്ങനെ കയറി വന്നു. അതൊക്കെ ഉപേക്ഷിച്ച് പോയത്. ഈ ഒരു വീട് മാത്രം എയിം ചെയ്ത് വന്നത് എന്തെങ്കിലും കാണും, അതിനെറിയോ എല്ലാം ചെയ്ത് കാണും. ആനപ്പക ഭയങ്കരവാ. എന്തെങ്കിലും ഉണ്ട്, അത് കാലാകാലങ്ങളിൽ വെച്ചത് അതെന്റെ വൈരാഗ്യം തീർക്കും. ഈ പെരേക്കാളും വലിയൊരു ആന ഞാൻ ജീവിതത്തിൽ നല്ലപ്പോഴും അതുപോലെ വലിപ്പത്തിലും അതുപോലെ വണ്ണവും നീളവും ഒക്കെ ഉള്ള ഒരു ആനയെ കാണുന്നത്. അല്ലാതെ ഇതിനകത്ത് ഭയങ്കര ആന കിടപ്പുണ്ട്, കണ്ടിട്ടുമുണ്ട്. ഇത് ഞാൻ നല്ലപ്പോഴാ കാണും. അത് വന്നുകൊണ്ട് ആ അരുവിമാരം വന്നുകൊണ്ട് ആ കക്കൂസിന് പുറത്ത് കയറിയപ്പോ ഞാൻ പറഞ്ഞു എടാ കൊള്ളാം വന്ന് ഇങ്ങ് കയറിയോ, ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് കിടക്കണ്ടേ, ഓടാ ഇറങ്ങി എന്നും പറഞ്ഞോണ്ട് ലൈറ്റ് അങ്ങോട്ട് അടിച്ചിട്ട് ഡ്രോ എന്ന് പറഞ്ഞ് 2 പേർക്കപ്പോ ഇയാള് ഇങ്ങനെ പിന്നെ ഇവിടെ നിന്നതേ ഇല്ല. അന്ന് 3 ആനയുണ്ട്. ഒന്ന് കണ്ട താഴെ ആ ചീമപ്ലാവും തല്ലി പൊട്ടിച്ച് അത് അവിടെ നിന്ന് ഒന്ന് ഇവിടെ കയറി, ഒന്ന് അവരുടെ മുൻഭാഗത്ത്. നമസ്കാരം, എന്റെ പേര് തങ്കമണി എന്നാണ്. ഞാനിവിടെ ഞങ്ങള് 40-45 വർഷത്തോളമായി ഇവിടെ താമസിക്കാൻ വന്നിട്ട് ഇപ്പം 5-6 വർഷം കൊണ്ട് ഇപ്പം ആനയുടെയും പുലിയുടെയും മറ്റുള്ള ഇപ്പൊ കരടി പോലും ഇറങ്ങി ഞങ്ങൾക്ക് മറ്റുള്ളതായ ഒരു സാഹചര്യം പുറത്തോട്ട് പോകാനോ എടുക്കാനോ ഒക്കാത്ത ഒരു സാഹചര്യത്തിലാണ്. അതുകൊണ്ട് നമ്മൾ ഫോറസ്റ്റുകാരോട് പറയുമ്പം അവർക്ക് അതിനൊന്നും ഉത്തരവാദിത്വമില്ല. മനുഷ്യന്റെ ജീവിതം പട്ടിയുടെ ജീവിതത്തിനേക്കായാലും വല്ലാത്തൊരു ഇതായില്ല ഞങ്ങൾ താമസിക്കുന്നത്. ഭയന്നാണ് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാനും അതുപോലെ തന്നെ ഉപജീവന മാർഗത്തിന് പുരുഷന്മാർ പോയിട്ട് തിരിച്ചു വരാനും ഒക്കെ വലിയ ഒരു ബുദ്ധിമുട്ടായിട്ട് മാറിയിരിക്കുക. അപ്പൊ അതിന് നമുക്കൊരു സംരക്ഷണം അവരോട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഇവിടെ ഈ സോളാറിന്റെ വേലിയിട്ട് അത് ആന നശിപ്പിച്ച് വല്ലാത്തൊരു അന്തരീക്ഷത്തിലാക്കിയിട്ടിരിക്കുക. അതുകൊണ്ട് നമുക്ക് യാതൊരു നിവൃത്തിയില്ല. പിന്നെ അവരോട് നമ്മൾ പറയുമ്പോൾ അവര് അന്നേരം ഒന്ന് സമ്മതിക്കും, പിന്നെ അവര് തിരിഞ്ഞും നോക്കത്തില്ല. അതുപോലെ തന്നെ ഇവിടെ എന്റെ ഈ മരം വീടിന് ഭീഷണിയായിട്ട് നിൽക്കും. ഇപ്പം 1.5 വർഷം ഇത് സാക്ഷനായി കിടക്കുക. 34,000 രൂപ എനിക്ക് അനുവദിച്ചു. അല്ല, കടമരം എന്നുണ്ടൊരു ഇത് തേമ്പാവും പിന്നെ പൂണ്ണാണ്. അതിന്റെ ഒരു ഭാഗം അങ്ങോട്ട് വീണു. ഇനി ഇത് ഇപ്പോഴേ വീടെന്നറിയത്തില്ല. ഓർഡറായി 34,000 രൂപ അനുവദിച്ച് 100 വയസ്സുള്ള ഒരു അമ്മച്ചി എനിക്കുണ്ട്. അതുകൊണ്ട് വളരെ വിഷമത്തില്ല. ഞങ്ങൾക്ക് പട്ടയം ഇല്ലാത്തത് കൊണ്ട് കൈവശരേഖ മാത്രമേ ഉള്ളൂ. പട്ടയം ഇല്ലാത്തവര് എന്താ ഒരു അംഗീകാരമില്ല. നമുക്ക് പട്ടയം ഉണ്ടെങ്കിലേ കിട്ടും. റേഷൻ കാർഡ് മാത്രം, നമ്മുടെ ആധാർ, ഇതേ ഉള്ളൂ നമുക്കിപ്പോ ഇവിടെ ഇതുള്ളത്. അല്ലാതെ പട്ടയമോ മറ്റുള്ളതായ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളെ വെറും ഒരു ചവറന്ന് പോലെ. പിന്നീടാണ് ഈ സൗണ്ട് കേട്ടപ്പോ ഞാൻ ഓടി അവിടെ ചെന്നപ്പോഴാണ് വേറൊരാളോട് ചോദിച്ചവൻ പറഞ്ഞത് ആന വന്ന് വലിച്ചു തള്ളിയിട്ടാന്നും പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് ഒരു പടക്കവും വാങ്ങിച്ചോണ്ട് പോയി. പടക്കമൊക്കെ പൊട്ടിക്കുമ്പോൾ പോവും. പക്ഷെ അന്ന് ചീറ്റി തിരിഞ്ഞു തിരിഞ്ഞും നിൽക്കുക നമ്മളെ ഉപദ്രവിക്കാനായിട്ട്. ഇറങ്ങി വരുന്ന ഇതൊക്കെ ഇവിടെ പഞ്ചായത്ത് വനപ്രദേശമാണ്. എല്ലാ വനവും കരടിയെ കഴിഞ്ഞ മാസം പിന്നെ കരടിയെ വരെ കണ്ടവരുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ഒരു വല്ലാത്ത വിഷമത്തില്ല. കുഞ്ഞുങ്ങളെ ഇറങ്ങി പോയിട്ട് അവർ തിരിച്ചു വരാനോ അവരെ ഇനി തുടർന്ന് പഠിപ്പിക്കാൻ വിടാനോ ഇതൊരു വല്ലാത്തൊരു അന്തരീക്ഷത്തിൽ നിൽക്കുക ഞങ്ങള്. ജ്യോതികുമാർ സാറ് കഴിഞ്ഞ ദിവസം അവിടെ വന്നപ്പോ ഇന്നലെ തന്നെ എന്റെ സഹോദരന്റെ വീട് നശിച്ച് ആന ഇടിച്ച് തള്ളിയിട്ട് 10-70 വയസ്സ് പ്രായം ആരുമില്ല. ഞാൻ പിന്നെ വേറെ വീട്ടിൽ കൊണ്ടാക്കി വെച്ചാണ് വരുന്നത്. നാളെ എനിക്ക് പോയി എന്തെങ്കിലും ചെയ്തു കൊടുക്കണം. ഇപ്പൊ 3ാമത്തെ പ്രാവശ്യം. ആദ്യം മരം വീണ് അവരതിന്റെ തലപ്പൊന്ന് മുറിച്ച് കളഞ്ഞു. അത് കഴിഞ്ഞ് അതിന് മുമ്പ് ആന എടുത്തു.
ഒന്നേ കടങ്ങെടുക്കുക അല്ലെ ഫെൻസിങ് ഇടുക ചെയ്യും. ഫെൻസിങ് ഇട്ടാലും ശരിയാവത്തില്ല. കാരണം ഇത് കണ്ട് ഇതെല്ലാം ചവിട്ടി വല്ലാതാക്കിയിട്ടിരിക്കുക. ആനകൾ ഇറങ്ങുന്ന ചാലിയേക്കര ഗ്രാമം എന്നുള്ള ഒരു വാർത്തകൾ ഇങ്ങനെ ഒരുപാട് നാളുകൊണ്ട് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ചാങ്ങാപ്പാറയിലാണ്. ചാങ്ങാപ്പാറയിൽ കഴിഞ്ഞ ദിവസം ആനകളുടെ ഒരു വിളയാട്ടം തന്നെ നടന്നു. ഇപ്പൊ നിൽക്കുന്ന നമ്മുടെ എലിസബത്ത് അമ്മച്ചി നല്ല പ്രായമുണ്ട്. ഇവിടുന്ന് ഒരു വാഹനം പിടിച്ചു പോലും കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുപോലെ തങ്കമ്മ ചേച്ചി സന്തോഷമാണ്. ഇവരുടെ വീടാണ് പിന്നിൽ കാണുന്നത്. തൊട്ട് താഴെയാണ് ആന വന്ന് വീട് തകർത്ത് പോയത്. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞു പോകേണ്ടതില്ല. പുതിയ ഭരണം വരികയാണ്. അപ്പോൾ അവർ ആരായാലും വനം വകുപ്പിന്റെ മന്ത്രി ആരായാലും പുതിയതായിട്ട് വരുന്നവർ ശ്രദ്ധിക്കണം. ഈ ചാങ്ങാപ്പാറ പിറവന്തൂർ പഞ്ചായത്തിലെയും ചാലിയേക്കര മേഖലയിലെയും ഗ്രാമങ്ങൾ ഒന്നടങ്കം ആനപ്പേടിയിലാണ്. അതിനൊരു പരിഹാരം കാണാൻ തീർച്ചയായും നിങ്ങൾ മുൻകൈ എടുക്കണം.